ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ സുനിൽ മഠത്തിൽ. ദൈവം നിന്നെ സ്നേഹിക്കുന്ന പരമ്പരയിൽ ഒരു ചിന്ത കൂടി നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്നതിനെ ഓർത്ത് നമുക്ക് നന്ദിയോടെ താണിരിക്കാം. പ്രിയമുള്ളവരെ, ഒരുപാട് പേര് വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിക്കുന്ന ആളുകളുണ്ട്. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാറുണ്ട്, മറുപടി കിട്ടുന്നുണ്ട്. അതിൽ സന്തോഷമുണ്ട്. കാരണം ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നൊരു ദൈവം തന്നെയാണ്. പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് ഒരു കാലത്തും പരാജയം സംഭവിക്കില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരാകാൻ എപ്പോഴും ശ്രദ്ധിക്കണം, എപ്പോഴും ശ്രമിക്കണം. ഒപ്പം തന്നെ നന്ദി പറയുന്നവരും കൂടി ആകണം. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക, വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. ദൈവം നമുക്ക് ഇടപെടും, നമ്മുടെ ജീവിതത്തിൽ ഇടപെടും, നമുക്ക് അതിൻ്റെതായ കൃപ നമുക്ക് നൽകും എന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട. കാരണം നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഒരു ദൈവമാണ് നമുക്കുള്ളത്. നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നള്ളി നമ്മുടെ സർവശക്തനായ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടിയിട്ട് പക്ഷപാതം ചെയ്യുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്നവർക്ക് ജയം ഉറപ്പാണ്, യാതൊരു സംശയം വേണ്ട. അപ്പോൾ നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് സൂചിപ്പിച്ച കർത്താവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള ചില ചിന്തകൾ ഞാൻ ഈ അടുത്ത ദിവസം ബൈബിൾ വായിച്ചപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപ അല്ലെങ്കിൽ പ്രേരണ എനിക്കുണ്ടായി. ഞാനത് പ്രകാരം ചില ചിന്തകൾ കുറിച്ച് വെച്ചു. ആ ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കുവെക്കാമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ കുരിശൻ ചുമന്നുകൊണ്ട് മലമുകളിലേക്ക് കയറിപ്പോകുന്ന ആ ഒരു രംഗം നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മളത് ചിന്തിക്കണം, നമ്മുടെ മനസ്സിലത് കാണണം. പ്രിയമുള്ളവരെ, ആ ഒരു രംഗം, ഒരുത്തൻ ഭാരമുള്ളൊരു കുരിശൻ ചുമന്നുകൊണ്ട് വേച്ച് മലമുകളിലേക്ക് കയറിപ്പോകും. തലയിൽ മുള്ളുകൊണ്ട് മടഞ്ഞൊരു കിരീടം വെച്ചിരിക്കുന്നു. രക്തം തുള്ളി തുള്ളി വീഴുന്നു. തീർച്ചയായിട്ടും കുരിശ് ചുവന്ന് കൊണ്ടുപോകുമ്പോൾ മുമ്പോട്ടേക്ക് ആഞ്ഞിട്ടായിരിക്കും നിന്നിട്ടുണ്ടാകുക, അല്ലേ? തീർച്ചയായിട്ടും തോളത്ത് കുരിശ് വെക്കുന്നു. ഒരുപക്ഷെ ഭാരം താങ്ങാതെ തളർന്നു വീണിട്ടുണ്ടാകാം, അല്ലേ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തളർന്നു വീണിട്ടുണ്ടാകാം ചിലപ്പോഴൊക്കെ, അല്ലേ? ഈ കുരിശ്, തോളത്ത് വെച്ച കുരിശ് തലയിൽ അമരുമ്പോൾ തൻ്റെ തലയിൽ വെച്ചിട്ടുള്ള മുൾക്കിരീടത്തിൽ നിന്ന് മുള്ള് തൻ്റെ ശരീരത്തിലേക്ക്, തൻ്റെ തലയോട്ടിലേക്ക് തുളച്ച് കയറിയിട്ടുണ്ടാകാം, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കേ. എന്തൊരു ഭീകരമായ അവസ്ഥയാണ്, അല്ലേ? എന്തൊരു വേദനയുടെ അവസ്ഥയാണ്. ആ ഒരു കാഴ്ച നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നമ്മുടെ ഈ ചിന്ത കഴിയുമ്പോഴും, കഴിയുന്നതുവരെയും, കഴിഞ്ഞതിന് ശേഷവും അത് നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമാകുമെന്ന് പറയുന്നതിന് യാതൊരു സംശയവും എനിക്കില്ല. പ്രിയമുള്ളവരെ, തലേ ദിവസം കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളിയപ്പോൾ പാതയിൽ ശീലകൾ വിരിച്ചു, ഒലിവ് മരത്തിൻ്റെ ഇലകൾ വിരിച്ചു. അവർ കർത്താവിന് ഓശാന പാടി. ഓശാന, ഓശാന, ദാവീദിന്റെ പുത്രൻ ഓശാന. അതിൻ്റെ പിറ്റേ ദിവസം അവർ ആർത്തു വിളിച്ചു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. പ്രിയമുള്ളവരെ, അതിൻ്റെ തലേ ദിവസങ്ങളിൽ വരെ കർത്താവിൻ്റെ കൂടെ നിന്ന് അപ്പവും വീഞ്ഞും മീനും തിന്ന് തൃപ്തരായവർ, അത്ഭുത സൗഖ്യം പ്രാപിച്ചവർ ആർത്തു വിളിച്ചു, കർത്താവിനെ ക്രൂശിക്കുക, ക്രൂശിക്കുക എന്ന്. പകരം ക്രൂരനും കുറ്റവാളിയുമായ ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക. ഭക്ഷണം നൽകിയവനെ വേണ്ട, സൗഖ്യം നൽകിയവനെ വേണ്ട, സന്തോഷം നൽകിയവനെ വേണ്ട, അത്ഭുതങ്ങൾ ചെയ്തവനെ വേണ്ട, ഞങ്ങൾക്ക് ക്രൂരനും കുറ്റവാളിയുമായ ബറാബാസിനെ തിരിച്ചു തരിക, വിട്ടുതരിക. പ്രിയമുള്ളവരെ,
അതിനുശേഷം കർത്താവിനെ രക്താംബരം ധരിപ്പിച്ചു, മുള്ളുകൊണ്ടുള്ള കിരീടം മടഞ്ഞു, അവനെ ചൂടിച്ചു. യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് വന്ദിച്ചുകൊണ്ട് കോലുകൊണ്ട് അവൻ്റെ തലയിൽ അടിച്ചു, അവനെ തുപ്പി, മുട്ടുകുത്തി അവനെ നമസ്കരിച്ചു. അങ്ങനെ ഇവനെ പരിഹസിച്ചു, അങ്ങേയറ്റം പരിഹസിച്ചു. അതിനുശേഷം അവർ രക്താംബരം നീക്കി സ്വന്തം വസ്ത്രം ധരിപ്പിച്ചു, അവനെ ക്രൂശിക്കാൻ കൊണ്ടുപോയി. മർക്കോസിൻ്റെ സുവിശേഷം 15:17-20 വരെ. മത്തായി സുവിശേഷത്തിൽ അവൻ്റെ വലങ്കയിൽ ഒരു കോലും കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഈ കോല് കൊടുത്തത് കർത്താവിനെ അവമാനിക്കാൻ വേണ്ടി തന്നെയാണ്. രാജാക്കന്മാരുടെ കയ്യിലുണ്ടാകുന്ന ചെങ്കോൽ എന്ന് പറയുന്ന ആ ഒരു ലെവലിലാണ് ക്രിസ്തുവിനെ ഈ കോല് കൊടുത്ത് അവമാനിച്ചത്. ഈ കോലുകൊണ്ടാണ് കർത്താവിൻ്റെ തലയിൽ അടിച്ചത്. ആ സമയത്ത് കർത്താവിൻ്റെ തലയിൽ മുൾക്കിരീടം ഉണ്ടായിരുന്നു. അവർ തലയിൽ അടിച്ചപ്പോൾ നാം സങ്കല്പിച്ച് നോക്കുക, കാഴ്ചാടി കൊണ്ട് കർത്താവിൻ്റെ വേദന, കർത്താവിൻ്റെ തലയിലേക്ക് ആ മുള്ളുകൾ അടിച്ച് കയറുമ്പോൾ ഉണ്ടാകുന്ന വേദന, തറച്ച് കയറുമ്പോൾ ഉണ്ടാകുന്ന വേദന, ആ മുറിപ്പാടയിൽ നിന്ന് രക്തം ഒഴുകുന്നു. എന്തൊരു വേദനയായിരിക്കും നമ്മുടെ കർത്താവ് അനുഭവിച്ചിട്ടുണ്ടാകുക അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്ക്. ആ മുൾച്ചെടി ഏത് ചെടിയാണെന്ന് ബൈബിളിൽ പറയുന്നില്ല. പക്ഷേ ഗവേഷകരുടെ കണക്കുകൂട്ടൽ പ്രകാരം സാധുള്ള ചെടി സിസിഫസ് പൈന ക്രിസ്റ്റി എന്ന് പറയുന്ന ഒരു ചെടിയായിട്ടാണ് പറയുന്നത്. ഇത് ക്രിസ്തുവിൻ്റെ മുൾച്ചെടി എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ ചെടിയുടെ പ്രത്യേകത അതിൻ്റെ മുള്ളുകൾ വളരെ മൂർച്ചയുള്ളതാണെന്ന്. അത് ശരീരത്തിൽ കുത്തുമ്പോൾ അതിഭയങ്കര വേദന ഉണ്ടാകുന്നതാണെന്നും പറയുന്നു. കൂടാതെ അടുത്തടുത്ത് മുള്ളുള്ളതും വഴക്കമുള്ളത്, അതായത് നമുക്ക് കിരീടമൊക്കെ കെട്ടാനായിട്ട് ചുറ്റിക്കെട്ടാൻ ഭാഗത്ത് നല്ല വഴക്കമുള്ളതുമാണ്. ഇതിൻ്റെ മുള്ളുകൾ ഇരട്ട മുള്ളുകളാണെന്ന് പറയുന്നത്. ഒരു ഞെടുപ്പിൽ തന്നെ 2 മുള്ളുള്ള വള്ളിയാണെന്നാണ് പറയുന്നത്. മറ്റൊരു ചെടിയെക്കുറിച്ചും പറയുന്നുണ്ട്. അതിൻ്റെ പേര് ഗുണ്ടേലിയ ടോർണഫ്രൻഡി. ഗുണ്ടേലിയ ടോർണഫോർട്ടി. ഈ ഇംഗ്ലീഷൊക്കെ പറയണമെങ്കിൽ വലിയ പാടാട്ടോ. പ്രത്യേകിച്ച് പിന്നെ ചില ശാസ്ത്രീയ നാമങ്ങളൊക്കെ പറയണമെങ്കിൽ ഒരു രക്ഷയില്ല. കാരണം കർത്താവിൻ്റെ കൃപ കൊണ്ട് ഇത്രയും നടത്തുന്ന ഒരാളാണ് ഞാൻ. ഈ ചെടിയുടെ പ്രത്യേകത, ഇത് മുഴുവൻ മുള്ളുകളെന്ന് പറഞ്ഞ ചെടിയാണെന്ന് മാത്രമല്ല, ഇതിൻ്റെ മുള്ളുകൾ ചൂണ്ടക്കൊളുത്ത് പോലെ ഇരിക്കുന്നതാണെന്നാണ് പറയുന്നത്. നമുക്കറിയാം, ചൂണ്ട ഇട്ടാൻ പോയി കഴിഞ്ഞാൽ മീനുകൾ ചൂണ്ടയെ കോർത്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ആ ചൂണ്ടയിൽ നിന്ന് മീനെ ഊരിപ്പോകാൻ സാധിക്കില്ല അല്ലേ? ശരീരത്തിൽ കോർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഊരിയെടുക്കാൻ നമുക്കും ബുദ്ധിമുട്ടാണ്. കാരണം അതിൻ്റെ സെറ്റപ്പ് അതാണ്. അപ്പോൾ ഈ മുള്ളിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതൊരു ചൂണ്ടയുടെ ഫലം ചെയ്യുമെന്ന് പറയുന്നത്. ഇനി എന്ത് കാരണത്താലായാലും ശരി, പൊൻകിരീടം വരേണ്ട തലയിൽ, പൊൻകിരീടം വെക്കേണ്ട തലയിൽ മുൾക്കിരീടം വെച്ച് കൊടുത്തത് കർത്താവിനെ വേദനിപ്പിക്കാനും അവമാനിക്കാനും വേണ്ടി തന്നെയാണ് എന്നുള്ളത് സത്യമാണ്. നമുക്കത് ഉൾക്കൊണ്ടേ പറ്റൂ. അതാണ് സത്യവും. പ്രിയമുള്ളവരെ, ഈ വേദനകൾ കർത്താവ് അനുഭവിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? നമ്മളതാണ് ചിന്തിക്കേണ്ടത്. തീർച്ചയായിട്ടും കർത്താവിനെ വിശ്വസിക്കുന്നവർ അവർ ചിന്തിച്ച് നോക്കണം, എന്താണ് കാരണം. നമ്മുടെ പാപങ്ങളാണ് കർത്താവ് ഈ പാപങ്ങൾ അനുഭവിക്കാനുള്ള, ഈ വേദനകൾ അനുഭവിക്കാനുള്ള കാരണമെന്ന് നമ്മൾ ചിന്തിക്കണം. തീർച്ചയായിട്ടും കർത്താവിൽ വിശ്വസിക്കുന്ന വിശ്വാസികളെന്ന് അവകാശപ്പെടുന്നവർ ചിന്തിക്കണം. നമുക്കറിയാം, പല ചർച്ചകൾ എടുത്തു നോക്കിയാൽ, പല കൂട്ടായ്മകൾ എടുത്തു നോക്കിയാൽ വളരെ കുറച്ച് ആളുകളുണ്ടാവും അല്ലേ? പക്ഷേ ഇവർ തമ്മിൽ ഭയങ്കര മത്സരമാണ്. പലപ്പോഴും ഈ പിണക്കങ്ങളൊക്കെ ക്ഷമിക്കാവുന്നതോ വിട്ടുകളയാവുന്നതോ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളുടെ പേരിലാണ്.
പക്ഷേ വിട്ടുവീഴ്ച ചെയ്യില്ല. രണ്ട് ജ്യേഷ്ഠാനുജന്മാരുണ്ടായിരുന്നു. വലിയ പണക്കാരാ, ഒരുപാട് ഭൂസ്വത്തുണ്ട്. പക്ഷെ വീതം വെച്ചപ്പോൾ 2 എണ്ണം പറഞ്ഞ തേക്ക് തടികൾ അനുജൻ്റെ പറമ്പിൽ കൂടുതലായിപ്പോയി. ചേട്ടൻ എന്ത് ചെയ്ത് കൊണ്ട് കേസ് കൊടുത്തു. സിവിൽ കേസാ. പല ആളുകളും ചേട്ടൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു, വേണ്ട അത് വിട്ടുകളാ, ഇത് സിവിൽ കേസാണ് സുഹൃത്തെ, തീരണമെങ്കിൽ കാലങ്ങൾ കഴിയുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? കേസ് അങ്ങോട്ട് നീളട്ടെ, എത്ര നീളുന്നോ അത്രയും നല്ലതാണ്. കാരണം കേസ് നീളും തോറും തേക്ക് വണ്ണം വെക്കും. എങ്ങനെയുണ്ട് ചേട്ടൻ്റെ കാഴ്ചപ്പാട്? പലപ്പോഴും മനുഷ്യരുടെ ഉള്ളിലുള്ള വഴക്കും ഇങ്ങനെ തന്നെയാണ്. അത് മനസ്സിലിട്ട് പെരുപ്പിച്ച് അതങ്ങോട്ട് വണ്ണം വെപ്പിച്ച് അവസാനം അത് അവനെയും കൊണ്ട് തന്നെ പോവും. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ മരണത്തെയും വേദനകളെയും കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ എനിക്കറിയാം, വിശ്വാസികളെന്ന് പറയുന്ന അവകാശപ്പെടുന്ന ആളുകളാണ് ഈ കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് ഇത്ര വിശദമായിട്ട് ചിന്തിക്കുന്ന ആളുകൾ, അല്ലേ? നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവ് വേദന സഹിച്ചതെന്ന് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് വിശ്വാസികളെന്ന് അവകാശപ്പെടുന്നവർ തന്നെയാണ്. പക്ഷെ നമ്മുടെ ഇടയിൽ വിഷയങ്ങൾ കാണുമ്പോൾ ചിന്തിക്കണം, അങ്ങനെയാണോ? പിന്നെ നമ്മുടെ കർത്താവിൻ്റെ ഈ ത്യാഗത്തിനനുസരിച്ച് നമ്മുടെ കാഴ്ചപ്പാടിൽ മാറണം. ദൈവസ്നേഹത്തിൽ നിറഞ്ഞൊരു കാഴ്ചപ്പാട് ലഭിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവരുടെ വേദന കാണാനുള്ള കാഴ്ച ലഭിക്കണം. നമ്മുടെ കർത്താവ് പഠിപ്പിച്ചത് അതാ. നമുക്ക് തെറ്റ് പറ്റരുത്, പറ്റിയാൽ തെറ്റ് തിരുത്തണം. തെറ്റ് പറ്റാത്ത മനുഷ്യന്മാരില്ല. മനുഷ്യൻ ദുർബലരാണെന്ന് വചനത്തിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു വചനം എല്ലാവരും മുറുകെ പിടിക്കുക. ഞാൻ ദുർബലനാടാ, എനിക്ക് തെറ്റ് പറ്റൂടാ, തെറ്റ് പറ്റിപ്പോയി, എന്താ ചെയ്യുക? തിരുത്തണം. പക്ഷെ അത് മാത്രം നമ്മൾ ചെയ്യില്ല. പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കണം, തെറ്റ് തിരുത്താൻ നമുക്ക് സാധിക്കണം. അപ്പനെ കണ്ടവർക്ക് തെറ്റ് പറ്റില്ല. വ്യക്തമായിട്ട് പറയാം, അപ്പനെ കണ്ടവർക്ക് തെറ്റ് പറ്റില്ല. കാൽവരിയിലേക്ക് കുരിശുങ്ക് ചുമന്നുകൊണ്ട് കടന്നുപോയ കർത്താവിനെ കണ്ടവർക്ക് തെറ്റ് പറ്റില്ല. പാട്ടുകാരൻ ഇങ്ങനെ പാടി, കുരിശും നെയ്ച്ച തോളിലെടുത്തൊരുവൻ ഗിരിമേ കരേറി പോകുന്ന കാഴ്ച കാൺമിൻ. പ്രിയരെ, ഈ കുരിശും ചുമന്ന് കൊണ്ടുപോകുമ്പോൾ ഞാൻ വീണ്ടും പറയാണ്, കർത്താവ് വീണിട്ടുണ്ടാവും ഈ ഭാരം താങ്ങാൻ കഴിയാതെ. കർത്താവ് മുഖമടിച്ച് വീണിട്ടുണ്ടാകാം. അങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തോളിലെ ഭാരം താങ്ങാൻ കഴിയാണ്ടാണ് വീണിട്ടുണ്ടാകുക. അങ്ങനെയെങ്കിൽ ആ മുള്ളുകളൊക്കെ വീണ്ടും തറച്ച് കയറിയിട്ടുണ്ടാകാം, അല്ലേ? പാട്ടുകാരൻ പാടുന്നത്, ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. സർവാംഗ സുന്ദരൻ എന്ന് പാടിയ ക്രിസ്തു കണ്ടാലോ ആളറിയാത്ത വിധം വിരൂപനായി, മുൾക്കിരീടം തറച്ചുണ്ടായ മുറിവുകളിൽ നിന്ന് രക്തം ഉറ്റിറ്റ് വീണുകൊണ്ടിരുന്നു, ഒഴുകിക്കൊണ്ടിരുന്നു. കണ്ടാൽ ആളറിയാത്ത വിധം വിരൂപനായി. ആ കർത്താവിനെ കണ്ടവർക്ക് തെറ്റുപറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്. ആ ക്രിസ്തുവിനെ കണ്ടവർക്ക് കാലിടറില്ല, അവർക്ക് മത്സര സ്വഭാവം ഉണ്ടാകില്ല. പ്രിയരെ, ഈ അവസ്ഥയൊന്നും മനസ്സിനുള്ളിൽ കാണാൻ ശ്രമിക്കണം.
എന്നിട്ട് കണ്ണടക്കി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തെറ്റുകൾക്ക് വേണ്ടിയാണ് അങ്ങ് ഇതെല്ലാം സഹിച്ചത്. അത് മനസ്സിലാക്കാൻ എപ്പോഴും ഓർമ്മയുണ്ടാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി, നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി കർത്താവ് കുരിശിലേറി. ദാഹിച്ചപ്പോൾ കൈപ്പിനീര് കുടിച്ചവൻ, കർത്താവെ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായിക്കാൽ ഇവരോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ചവൻ, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് കരഞ്ഞുകൊണ്ട് പ്രാണനെ വിട്ടവൻ, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ സർവശക്തനായ പിതാവിൻ്റെ അടുക്കൽ ഏക മധ്യസ്ഥനെ നമുക്ക് വേണ്ടി മധ്യസ്ഥം പറയുന്നവൻ, ഈ കർത്താവിനെ കണ്ടവർക്ക് ആ പാത പിൻപറ്റാതിരിക്കാനാവില്ല. ആ കർത്താവ് കാണിച്ച സ്നേഹത്തെ നമുക്ക് കാണാം. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ചിന്തിക്കാം. എൻ്റെ പാപത്തിന് വേണ്ടിയിട്ടാണ്, ഞാൻ ചെയ്ത നിരവധിയായ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ കർത്താവ് കുരിശിലേറിയത്. ക്ഷമിക്കാൻ പഠിപ്പിച്ച കർത്താവ്, സ്നേഹിക്കാൻ പഠിപ്പിച്ച കർത്താവ്, അവസാനം എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ആ കുരിശിൽ വേദന സഹിച്ച് മരിച്ചത് എൻ്റെ ആത്മാവിനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കാം. ഈ ചിന്ത എപ്പോഴും മനസ്സിൽ വെക്കാം. ഈ കാഴ്ച എപ്പോഴും മനസ്സിലുണ്ടാകും. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വമെടുക്കട്ടെ. പ്രിയമുള്ളവരെ, സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി. അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നവരെ ദൈവം നമ്മളെ കാത്തു പരിപാലിക്കട്ടെ. ആമേൻ.